ജി സുധാകരനെതിരായ മുഖ്യമന്ത്രിയുടെ പരാമർശങ്ങൾ വില കുറഞ്ഞതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കോൺഗ്രസും ലീഗും വിട്ടുവരുന്നവർക്ക് സിപിഎമ്മിന് പിന്തുണ നൽകി. സിപിഎം വിട്ടുവരുന്നവർക്ക് പിന്തുണ കൊടുക്കാൻ പാടില്ല, ഇത് ഇരട്ടത്താപ്പാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. നിരവധി പതിറ്റാണ്ടുകൾ സിപിഎമ്മിന്റെ ഭാഗമായി നിന്ന് പ്രവർത്തിച്ച് സിപിഎമ്മിനോട് പിണങ്ങി ഞങ്ങളുടെ പിന്തുണയോടുകൂടി മത്സരിക്കുന്ന ജി സുധാകരനെതിരായി മുഖ്യമന്ത്രി വളരെ വില കുറഞ്ഞ കമന്റുകളാണ് പറഞ്ഞിരിക്കുന്നത്, പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. സുധാകരനെ മത്സരിപ്പിച്ച ഗതികേട് കോൺഗ്രസിനുണ്ടായി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സുധാകരന് ബിജെപിയുടെയും കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥിയാണ് എന്നെല്ലാമുള്ള രീതിയിലാണ് മുഖ്യമന്ത്രി പറയുന്നത്. അതായത് സിപിഎം വിട്ടുവന്നവർ നമ്മൾ പിന്തുണ കൊടുക്കാൻ പാടില്ല, കോൺഗ്രസോ മുസ്ലിം ലീഗോ വിട്ടുവന്നവർക്ക് സിപിഎമ്മിന് പിന്തുണ കൊടുക്കാം. എന്തൊരു ഇരട്ടത്താപ്പാണ് ഈ മുഖ്യമന്ത്രിക്ക്, എന്തൊരു ഇരട്ടത്താപ്പാണ്. UDF-നെതിരെ വിമർശനം തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 2011-16 മുതലുള്ള UDF-ന്റെ ഭരണകാലത്തിനെതിരെയാണ് ഫേസ്ബുക്കിൽ മുഖ്യമന്ത്രിയുടെ വിമർശനം. കേരളത്തെ പിന്നോട്ടടിച്ച ഇരുണ്ട കാലം തിരികെ വരരുതെന്ന് പോസ്റ്റിൽ പറയുന്നു. വാക്ക് പാലിക്കാത്തവരെ തുറന്നു കാട്ടാൻ ഇതിലും നല്ലൊരു ദിവസം വേറെയുണ്ടോ എന്ന് മുഖ്യമന്ത്രി ചോദിക്കുന്നു. ഫേസ്ബുക്കിലൂടെ പ്രതിപക്ഷവുമായി സംവാദത്തിന് തയ്യാറാണെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പുതിയ പോസ്റ്റ്. മുഖ്യമന്ത്രിക്ക് ആരോ എഴുതി കൊടുത്ത പച്ചക്കള്ളം വായിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. സിപിഎമ്മിൽ ഒളിച്ചുകയറിയ UDF-കാരാണോ അതിന് പിന്നിലെന്ന് സംശയമുണ്ടെന്നും സതീശൻ പറഞ്ഞു. അറ്റ്ലീസ്റ്റ് എഴുതി കൊടുക്കുന്ന ആളിലെങ്കിലും ഇത് ശ്രദ്ധിക്കണ്ടേ? മുഖ്യമന്ത്രി ഇങ്ങനെ അവമാനിക്കാമോ? മുഖ്യമന്ത്രിയെ കൊണ്ട് അബദ്ധം പറയിപ്പിക്കുക, അതാണ് ഇപ്പോഴത്തെ സ്ഥിരം പരിപാടി. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എത്ര വീട് വെച്ചെന്ന് നന്നൊക്കെ കണക്കുണ്ടല്ലോ, എന്നിട്ട് നാളാവില്ല 4000 വീട് ആ കാലത്ത് അന്ന് വായിച്ചു നോക്കാൻ പറ. ഇത് ഞാൻ നിയമസഭയിൽ പറഞ്ഞതാണ്. നിയമസഭയിൽ പറഞ്ഞപ്പോ മിണ്ടിയിലല്ലോ മുഖ്യമന്ത്രി, മറുപടി പറഞ്ഞില്ല. ഈ എഴുതി കൊടുക്കുന്ന ആളുകളാണ് അദ്ദേഹത്തെ ഇങ്ങനെ കളിപ്പിക്കുന്നത്. നമ്മുടെ ആരെങ്കിലും ആണെന്ന് എനിക്ക് സംശയമുണ്ട്. പുള്ളി എങ്ങനെ കളിപ്പിക്കുന്നത്? അവിടെ ഈ എഴുതി കൊടുക്കണം, അവിടെ ആരെങ്കിലും ഒളിച്ചു കയറി വല്ല ആരെങ്കിലും കയറിയിട്ട് എന്തൊക്കെയാണ് പാവത്തിനെ കൊണ്ട് പറയിപ്പിക്കണത്? എനിക്ക് സംശയമുണ്ട്. നമ്മുടെ ആരെങ്കിലും കയറിയിട്ട് പുള്ളിയെ വലയ്ക്കാൻ വേണ്ടിയിട്ട് കയറിയാണ്, ഞാൻ അന്വേഷിക്കാം ഉറപ്പായിട്ട്.